നമസ്കാരം. മലയാളി ഫ്രം UK T20 വേൾഡ് കപ്പ് ന്യൂസിലേക്ക് സ്വാഗതം. വാങ്കഡെ സ്റ്റേഡിയത്തെ ഇളക്കി മറിച്ചുകൊണ്ട് ഇന്നലെ നടന്ന ഇന്ത്യ ഇംഗ്ലണ്ട് മത്സരം ഒരു ത്രില്ലർ മാച്ച് തന്നെയായിരുന്നു. അവസാന ഓവറിൽ വരെ കളിയുടെ ആവേശം നിറഞ്ഞു നിന്നു. ബാറ്റിങ്ങിൻ്റെ കരുത്തറിയിച്ച മത്സരത്തിൽ ബൗളർമാർക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ല. അതോടൊപ്പം മലയാളികളുടെ അഹങ്കാരമായ സഞ്ജു സാംസണിൻ്റെ ഒരു ഉഗ്രൻ തിരിച്ചുവരവാണ് ഈ വേൾഡ് കപ്പ് സാക്ഷ്യം വഹിച്ചത്. തുടർച്ചയായി 2 തവണയാണ് സഞ്ജു സാംസൺ ടീമിനെ വിജയത്തിലെത്തിച്ചത്. അതുകൊണ്ട് തന്നെ 2 തവണയും പ്ലെയർ ഓഫ് ദ മാച്ച് നേടിയ അദ്ദേഹം ഇന്ത്യയുടെ വേൾഡ് കപ്പ് പ്രതീക്ഷകൾ നിലനിർത്തി. ഇനി നമുക്ക് ഇന്നലെ നടന്ന ഇന്ത്യ ഇംഗ്ലണ്ട് മത്സരത്തിലേക്ക് തിരിഞ്ഞു നോക്കാം. ടോസ് നേടിയ ഇംഗ്ലണ്ട് ഇന്ത്യയെ ബാറ്റിങ്ങിന് അയച്ചു. ഇന്ത്യക്കായി ഓപ്പൺ ചെയ്തത് സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും ആയിരുന്നു. ഓരോ മലയാളികളും നെഞ്ചെടുപ്പോടെയായിരുന്നു വാങ്കഡെ സ്റ്റേഡിയത്തിൽ മത്സരം കാണാനിരുന്നത്. ഫസ്റ്റ് ഓവർ എറിയാനെത്തിയത് ആർച്ചർ, സ്ട്രൈക്ക് ചെയ്യുന്നത് സഞ്ജു സാംസണും. കഴിഞ്ഞ ഇംഗ്ലണ്ട് സീരീസിൽ സഞ്ജു സാംസന്റെ വിക്കറ്റ് എല്ലാ മാച്ചിലും സ്വന്തമാക്കിയത് ആർച്ചറായിരുന്നു. ആ ഒരു സമയം നെഞ്ചെടുപ്പോടെ ആരാധകർ. ആർച്ചർ എറിഞ്ഞ ആദ്യ പന്ത് ഓഫിലേക്ക് ഒരു കട്ട് ഷോട്ട്, അതൊരു ഡോട്ട് ബോളായി അവസാനിച്ചു. രണ്ടാമത്തെ പന്ത് ഒരു ഷോട്ടിന് ശ്രമിച്ചു, പക്ഷേ അത് ബാറ്റിൽ കണക്റ്റ് ആയില്ല. ആർച്ചർ എറിഞ്ഞ 3-ാം ബോൾ മിഡ് ഓൺ മുകളിലൂടെ ഒരു ഷോട്ട്, ക്ലീൻ ബൗണ്ടറി. 4-ാം ബോൾ ലെഗിലേക്ക് വന്നപ്പോൾ അത് ബാക്കിലേക്ക് തോണ്ടി ഒരു 6 ആക്കി മാറ്റുന്നു സഞ്ജു. അതൊരു പുൾ ഷോട്ട് തന്നെയായിരുന്നു. ആ ഒരു ഓവർ അവസാനിക്കുമ്പോൾ ഇന്ത്യ 12-1. തൊട്ടടുത്ത ഓവർ എറിയാൻ വരുന്നത് ജാക്സ്. അഭിഷേക് ശർമ്മ തന്നെയാണ് ലക്ഷ്യം. ഫസ്റ്റ് ബോൾ അഭിഷേക് ശർമ്മ 4, പിന്നെ തുടർച്ചയായ 3 ഡോട്ട് ബോളുകൾ. 5-ാം ബോൾ മിഡ് ഓണിന് മുകളിലൂടെ ഒരു 4. 6-ാം ബോൾ അഭിഷേക് ശർമ്മയെ മടക്കി ജാക്സ്. ലെഗ് സൈഡിലേക്ക് ഒരു 6-ന് ശ്രമിച്ച അഭിഷേകിനെ സ്വാൾട്ട് കൈപ്പിടിയിലാക്കി. അപ്പോൾ ഇന്ത്യ സ്കോർ 2 ഓവറിൽ 20-1. പിന്നാലെ ക്രീസിലെത്തുന്നത് ഇഷാൻ കിഷൻ. വീണ്ടും സ്ട്രൈക്ക് സഞ്ജു സാംസൺ. ആർച്ചർ എറിഞ്ഞ 2-ാം ഓവറിലെ ഫസ്റ്റ് ബോൾ ലെഗിലേക്ക് ഒരു 4. വളരെ കൃത്യമായി അളന്നു മുറിച്ച ഷോട്ടുകൾ. ആ ഓവറിൽ ആർച്ചർ എറിഞ്ഞ 3-ാം ബോൾ സ്ട്രെയിറ്റ് ഡ്രൈവിന് ശ്രമിക്കവേ അത് ക്യാപ്റ്റൻ ബ്രൂക്കിൻ്റെ കൈകളിൽ ഒരു ക്യാച്ചിലേക്ക് കൺവേർട്ട് ആകുന്നു. പക്ഷേ ബ്രൂക്ക് ആ ക്യാച്ച് നഷ്ടമാക്കുന്നു. അത് തന്നെയാണ് കളിയുടെ ടേണിംഗ് പോയിന്റ് എന്ന് തന്നെ പറയേണ്ടി വരും. ക്യാപ്റ്റൻ ബ്രൂക്ക് പിന്നീട് ആ ക്യാച്ചിനെ ഓർത്ത് വിഷമിച്ചിട്ടുണ്ട്. പിന്നീട് നടന്നത് വേൾഡ് കപ്പ് സെമി ഫൈനലിൽ എഴുതപ്പെട്ട ചരിത്രം. തുടർച്ചയായ 2-ാം 50. ആദ്യ 50 ഇന്ത്യയെ സെമിയിലെത്തിച്ചു. 2-ാം 50 ഇന്ത്യയെ ഫൈനലിലും. സഞ്ജുവിന് കൺസിസ്റ്റൻസി ഇല്ലെന്ന് പറഞ്ഞ ക്രിക്കറ്റ് നിരീക്ഷകർക്കും അദ്ദേഹത്തെ കാണുമ്പോൾ തല തിരിച്ച് നടന്നവർക്കും ഇപ്പോൾ സഞ്ജുവിനോട് കടപ്പാടാണ്. ഇന്ത്യയെ സെമിയിലെത്തിക്കുന്നതിലും ഫൈനലിൽ എത്തിക്കുന്നതിലും പ്രധാന പങ്കുവഹിച്ച പോരാളി. അതാണ് സഞ്ജു വിശ്വനാഥ് സാംസൺ എന്ന നമ്മുടെ സഞ്ജു സാംസൺ. ഇഷാൻ കിഷനും സഞ്ജു സാംസണും ചേർന്ന് 2-ാം വിക്കറ്റിൽ അടിച്ചുകൂട്ടിയത് 97 റൺസ്. ആ 97 റൺസിൻ്റെ പാർട്ണർഷിപ്പിന് ശേഷം 18 പന്തുകളിൽ 39 റൺസ് എടുത്ത ഇഷാൻ കിഷൻ മടങ്ങുമ്പോൾ ഇന്ത്യൻ സ്കോർ 117-2. അതിനുശേഷം സഞ്ജു സാംസണിന് സപ്പോർട്ടുമായി എത്തിയത് ശിവൻ ദുബൈ. അതിനുശേഷം ഇംഗ്ലണ്ട് നിരയിൽ എറിഞ്ഞ ബൗളർമാർക്കെല്ലാം കണക്കിന് കൊടുത്തു സഞ്ജു. വീണ്ടും 42 പന്തുകളിൽ 7 സിക്സറുകളും 8 ഫോറുകളുടെയും ബലത്തിൽ സഞ്ജു നേടിയത് 89 റൺസ്. അപ്പോഴേക്കും 13 ഓവറിൽ ഇന്ത്യ 160 റൺസ് എത്തിയിരുന്നു. ജാക്സിൻ്റെ 13-ാം ഓവറിലെ ഫസ്റ്റ് ബോളിൽ ഒരു കൂറ്റൻ ഷോട്ടിന് ശ്രമിക്കവേ സഞ്ജു മടങ്ങി. ഇന്ത്യക്ക് വേണ്ടി തൻ്റെ ബാറ്റ് കൊണ്ട് എല്ലാം ചെയ്തു തന്നെയാണ് ആ മലയാളി മടങ്ങിയത്. തൻ്റെ ബാറ്റ് കൊണ്ട് കൂറ്റൻ സിക്സറുകളും ഫോറുകളും അടിച്ച് സഞ്ജു മടങ്ങുമ്പോൾ ഇന്ത്യ ഭദ്രമായ നിലയിലെത്തിയിരുന്നു. ഇന്ത്യൻ സ്കോർ 160-3. പിന്നീട് അവസാനത്തെ 6 ഓവറുകളിൽ ഇന്ത്യക്ക് നഷ്ടമായത് 4 വിക്കറ്റുകൾ. സഞ്ജു ഔട്ടാവുമ്പോൾ പ്രൊജക്റ്റഡ് സ്കോർ 250-300 ഇടയിൽ റൺസ് പ്രതീക്ഷിച്ചിരുന്നു. ക്യാപ്റ്റൻ സൂര്യകുമാറിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. 6 ബോളിൽ 11 റൺസുമായി മടങ്ങി. 25 ബോളിൽ 43 റൺസ് എടുത്ത ശിവൻ ദുബൈയുടെയും 12 ബോളിൽ 27 റൺസ് എടുത്ത ഹാർദിക് പാണ്ഡ്യയുടെയും 7 പന്തുകളിൽ 21 റൺസ് അടിച്ചു കൂട്ടിയ തിലക് വർമ്മയുടെയും അവസാന ഓവറുകളിലെ പോരാട്ടമാണ് ഇന്ത്യയെ 253-7 എന്ന നിലയിൽ എത്തിച്ചത്. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ഇംഗ്ലണ്ടിനായി ഓപ്പൺ ചെയ്തത് സോൾട്ടും ബട്ട്ലറും. അർഷദീപ് സിംഗ് എറിഞ്ഞ ഫസ്റ്റ് ബോൾ സോൾട്ട് ഒരു ബൗണ്ടറിയാക്കി മാറ്റുന്നു. സെക്കൻഡ് ബോൾ ഒരു സിംഗിളിട്ട് സ്ട്രൈക്ക് കൈമാറുന്നു. 3-ാം ബോൾ ബൗണ്ടറിയിലേക്ക് എത്തിച്ച് ബട്ട്ലർ. 4-ാം ബോൾ ഒരു ഡോട്ട് ബോൾ. 5-ാം ബോൾ ഒരു പടകൂറ്റൻ യോർക്കർ. പക്ഷേ ബാറ്റിലിടിച്ച് അതൊരു 4 ആകുന്നു. ആ ഓവറിൽ നേടിയത് 13 റൺസ്. അടുത്ത ഓവറിനായി എത്തുന്നത് ഹാർദിക് പാണ്ഡ്യ. ഫസ്റ്റ് ബോളിൽ സോൾട്ടിൻ്റെ വിക്കറ്റ്. ഒരു കൂറ്റൻ ഷോട്ടിന് ശ്രമിച്ച് അക്ഷർ പട്ടേലിന് ക്യാച്ച് നൽകി സോൾട്ട് മടങ്ങുമ്പോൾ ഇംഗ്ലണ്ടിന് 13-1. പിന്നീട് ക്രീസിലെത്തുന്നത് ക്യാപ്റ്റൻ ബ്രൂക്ക്. ഹാർദിക് പാണ്ഡ്യയുടെ ഓവറിൽ ഒന്നും ചെയ്യാനായില്ല ബ്രൂക്കിനും ബട്ട്ലറിനും. സ്കോർ 15-1. പിന്നീട് എറിഞ്ഞ അർഷദീപ് സിംഗിൻ്റെ ഓവറിൽ എടുത്തത് വെറും 10 റൺസ് മാത്രം. ഇംഗ്ലണ്ട് 25-1. ഹാർദിക് പാണ്ഡ്യ എറിഞ്ഞ 3-ാം ഓവറിൽ ഒരു 6ഉം 4ഉം അടക്കം നേടിയത് 13 റൺസ്. ഇംഗ്ലണ്ട് 38-1. അടുത്ത 4-ാം ഓവർ എറിയാനെത്തുന്നത് ബുംറ. ഫസ്റ്റ് ബോൾ ഒരു സ്ലോ ബോൾ. ബോൾ ജഡ്ജ് ചെയ്യാൻ പറ്റാതെ ബാറ്റ് വീശിയ ബ്രൂക്കിനെ അക്ഷർ പട്ടേൽ ഒരു മികച്ച ക്യാച്ചിലൂടെ പുറത്താക്കി. ഇംഗ്ലണ്ട് 38-2. പിന്നീട് കളിയുടെ ഗതി മാറ്റുന്ന തരത്തിലുള്ള ഒരു ഇന്നിങ്സാണ് പിറന്നത്. പിന്നീട് ക്രീസിലെത്തിയ ബെത്തൽ 5-ാം ഓവർ എറിഞ്ഞ
വരുൺ ചക്രവർത്തിയുടെ 3 ബോളുകൾ 3 പടകൂറ്റൻ സിക്സറുകൾ അടിച്ച് ആ ഓവറിൽ നേടിയത് 23 റൺസ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ 5-ാം പന്തിൽ ബട്ട്ലറെ മടക്കി ഇന്ത്യയുടെ ഫൈനൽ പ്രതീക്ഷകൾ നിലനിർത്തി. ആ ഓവർ അവസാനിക്കുമ്പോൾ ഇംഗ്ലണ്ട് 68-ന് 3. പിന്നീട് ക്രീസിലെത്തിയ ബാൻറ്റണും ബത്തലും ചേർന്ന് ഒരു ഫയറിന് ശ്രമിച്ചെങ്കിലും അക്ഷർ പട്ടേലിൻ്റെ ഓവറിൽ ബാൻറ്റണിൻ്റെ കുറ്റിയിളക്കി ഇംഗ്ലണ്ടിനെ വീണ്ടും സമ്മർദ്ദത്തിലാക്കി ഇന്ത്യ. അപ്പോൾ ഇംഗ്ലണ്ട് സ്കോർ 95-ന് 4. പിന്നീട് വന്ന ജാക്സും ബത്തലും ചേർന്ന് സ്കോർ ബോർഡ് മുന്നോട്ട് കൊണ്ടുപോയി. കളി കയ്യിൽ നിന്ന് പോകുന്ന തരത്തിലേക്ക് രണ്ടുപേരും കൂറ്റൻ ഷോട്ടുകളിലൂടെ 77 റൺസിൻ്റെ പാർട്ണർഷിപ്പ് അടിച്ചുകൂട്ടി. ഹർഷദീപ് സിംഗ് എറിഞ്ഞ 13-ാം ഓവറിൻ്റെ അവസാന ബോളിൽ ഓഫ് സൈഡിലേക്ക് ഒരു പടകൂറ്റൻ സിക്സിന് തൊടുത്തുവിടുമ്പോൾ അക്ഷർ പട്ടേൽ ഓടി വന്ന് അത് തട്ടിയിട്ട് ശിവൻ ദുബെയുടെ കൈകളിൽ എത്തിച്ചു. വീണ്ടും ഇന്ത്യക്ക് വിജയപ്രതീക്ഷകൾ നൽകി ജാക്സിനെ മടക്കുമ്പോൾ ഇംഗ്ലണ്ട് 172-ന് 5. 20 പന്തുകളിൽ 35 റൺസ് നേടിയാണ് ജാക്സ് മടങ്ങുന്നത്. കളിയുടെ ഗതി മാറ്റിയ 2 ഓവറുകൾ. സൂര്യ അവസാന നിമിഷങ്ങളിലേക്ക് മാറ്റിവെച്ച ഇന്ത്യയുടെ വജ്രായുധം ഹർപ്രീത് ബുംറ. ബുംറയുടെ 15-ാം ഓവർ കഴിയുമ്പോഴേക്കും ഇംഗ്ലണ്ട് സ്കോർ 193-ന് 5. 16-ാം ഓവർ എറിയുന്നത് ഹർഷദീപ് സിംഗ്. ആ ഓവറിൽ നേടിയത് 16 റൺസ്. ഇംഗ്ലണ്ട് 209-ന് 5. ഇന്ത്യ വലിയ പ്രഷറിൽ വീണ നിമിഷം. 18 ബോളിൽ വേണ്ടത് 45 റൺസ്. എറിയുന്നത് ബുംറ. ആ ഓവറിൽ ഇംഗ്ലണ്ടിനെ ജാലവിദ്യകളാൽ വിറപ്പിച്ചു കളഞ്ഞ ബുംറ നേടിയത് വെറും 6 റൺസ് മാത്രം. അതായിരുന്നു കളിയിലേക്ക് ഇന്ത്യ തിരിച്ചു വന്ന ഓവറും. ഇംഗ്ലണ്ട് 215-ന് 5. അടുത്ത ഓവർ എറിയുന്നത് ഹാർദിക് പാണ്ഡ്യ. വെറും 9 റൺസ് വിട്ടുകൊടുത്ത് ഒരു വിക്കറ്റുമായി ഇന്ത്യക്ക് വിജയപ്രതീക്ഷ നൽകി ഹാർദിക് പാണ്ഡ്യ. ഹാർദിക്കിൻ്റെ ഓവർ അവസാനിക്കുമ്പോൾ ഇംഗ്ലണ്ടിന് വേണ്ടിയിരുന്നത് 6 ബോളിൽ 30 റൺസ്. അവസാന ഓവർ അക്ഷർ പട്ടേലിന് കൊടുക്കണോ അതോ മത്സരത്തിൽ ഒരു ഓവർ പോലും ചെയ്യാതിരുന്ന ദുബൈനെ ഏൽപ്പിക്കണോ? ഒടുവിൽ അവസാന ഓവർ എറിയാൻ വരുന്നത് ശിവൻ ദുബെ. ആരാധകർ ഓരോരുത്തരും പ്രാർത്ഥനയും നെഞ്ചെടുപ്പോടെ ഗ്യാലറിയിൽ. ശിവൻ ദുബെ എറിഞ്ഞ ഫസ്റ്റ് ബോളിൽ ഒരു കൂറ്റൻ ഷോട്ടിന് ശ്രമിച്ചു ബത്തൽ. പക്ഷേ ആ ഷോട്ട് കണക്റ്റ് ആയില്ല. 2 റൺസ് ഓടിയെടുക്കവേ ഹാർദിക് പാണ്ഡ്യ കറക്റ്റ് ടൈമിൽ ബോൾ സഞ്ജുവിൻ്റെ കൈകളിൽ എത്തിച്ചു. അടിപൊളി ഒരു സ്റ്റമ്പിങ്ങിലൂടെ ബത്തൽ പുറത്താകുമ്പോൾ ഇംഗ്ലണ്ട് ആരാധകരുടെ മുഖത്ത് തോൽവി നിഴലിച്ചു തുടങ്ങി. ഗ്യാലറിയിൽ ഉടനീളം ഇന്ത്യക്കായി മുറവിളി, ഇന്ത്യ ഇന്ത്യ ഇന്ത്യ. അങ്ങനെ കളിയുടെ അവസാനം 7 റൺസിൻ്റെ വിജയം ഇന്ത്യക്ക്. ഇതൊരു ടീം വർക്കിൻ്റെ വിജയമാണ്. കൺഗ്രാജുലേഷൻസ് സഞ്ജു സാംസൺ, കൺഗ്രാജുലേഷൻസ് ടീം ഇന്ത്യ. അടുത്ത വീഡിയോയുമായി വീണ്ടും എത്താം. മലയാളി ഫ്രം UK.